നമുക്കൊന്ന് കാണണമല്ലോ. ഒരു കാര്യം ചെയ്യും, മഞ്ഞൾ കലക്കിയ വെള്ളം ഒന്നൊഴിച്ചു നോക്കി. അപ്പോൾ ഒഴിച്ചപ്പോഴും തുള്ളുന്നുണ്ട്. അപ്പം കരിക്ക് വേണ്ടല്ലോ, ഇത് തന്നെ ഒഴിച്ചാൽ മതി. ഈ പൂങ്കുലകളൊന്നും ഇങ്ങനെ ധൂർത്തടിക്കരുത്. എത്രമാത്രം പാക്കുകളാണ് നശിപ്പിച്ച് കളയുന്നത്. ആ മേഖലയിൽ ഗുരു നടത്തിയ നവോത്ഥാന പരിശ്രമങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മണിച്ചിത്രത്താഴ് കാണുമ്പോൾ ഞാനിത് ഓർക്കാറുണ്ട്. ഞാൻ ചില പ്രസംഗങ്ങളിൽ അത് പറയുന്നു. അതിന് നർമ്മവുമായി ബന്ധമില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. ഇത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജാണല്ലോ. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ മുമ്പ് നമ്മുടെ സാറിനൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങളുടെ സാറൊക്കെ ഇവിടെ നിന്ന് കാര്യവട്ടം ഭരിക്കാൻ പോയി കഴിഞ്ഞു. ഇവിടെ നിന്ന് പോയിട്ട് കാര്യവട്ടത്തെ സിംഹങ്ങളാണ് ഇരിക്കുന്നത് പലരും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിൽ അന്നൊരിക്കൽ നമ്മുടെ തോന്നയ്ക്കൽ വാസുദേവൻ സാറിൻ്റെ ഒരു പുസ്തക പ്രകാശനം യൂണിവേഴ്സിറ്റി കോളേജ് നടക്കുന്നു. നമ്മുടെ MA ക്ലാസ്സിൽ നടക്കുമ്പോൾ നന്ദി പറയാൻ കയറി നിന്ന് ഞാൻ, സാറിന് ഓർമ്മയുണ്ടാകും. സാർ എന്നെ നന്ദി പറയാൻ നിർത്തി. യുങ്ങിൻ്റെ മനഃശാസ്ത്രം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ആർത്തി കൊണ്ട് ഞാൻ പറഞ്ഞു, കാൾ ഗുസ്താഫ് യുങ്, ലോക മനഃശാസ്ത്രത്തിൻ്റെ ആചാര്യൻ, ഫ്രോയിഡിനെ മറിച്ചിട്ടവൻ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നിട്ടുണ്ട്. ആ വന്ന യുങ്ങുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ തോന്നയ്ക്കൽ വാസുദേവൻ സാറിൻ്റെ പുസ്തക പ്രകാശനം നടക്കുമ്പോൾ ഇതുവഴി നടന്നു പോകുന്നത് എനിക്ക് കാണാം. ഞാനേ കാണുന്നുള്ളൂ, ഞാനേ അറിയുന്നുള്ളൂ ആ മണം. ഈ യുങ്ങിൻ്റെ മൊമെന്റിന് ഞാനിവിടെ പറയാൻ കാര്യം, മണിച്ചിത്രത്താഴെന്ന് പറയുന്ന സിനിമയിൽ ഒരു ദിവസം ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഡോക്ടർ സണ്ണി നകുലനോട് ചോദിക്കുന്നുണ്ട്, നകുല, എന്തോ മാടമ്പള്ളിയിലെ ഭ്രാന്ത് നീ കണ്ടിട്ടുണ്ടോ? ആലുമൂട്ടിൽ ചാന്നാരുടെ ഭ്രാന്താണ്. ആ കഥയിൽ ആലുമൂട്ടിൽ ചാന്നാരുടെ കൊട്ടാരത്തിനകത്തെ ഭ്രാന്ത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കാണിച്ചത്. അത് കാണിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നീ മെല്ലെ ഗംഗയുടെ അടുത്ത് പോയിട്ട് പറയണം, പോകണ്ട പോകണ്ട എന്ന്. നെഗേറ്റ് ചെയ്താൽ മതി. അപ്പൻ സാറ് പറയണ പോലെ തിരസ്കരിക്കണം. ഗംഗ എവിടെ പോകുന്നു? അല്ലിക്ക് ആഭരണം എടുക്കും. പോകണ്ട, പോകണ്ടേ? പോകണ്ട. അതെന്താ പോയാൽ? അത് ഇന്നലെ പറഞ്ഞതാണല്ലോ പോകാമെന്ന്. അപ്പൊ ഈ നകുലനുണ്ടല്ലോ, ഈ ഡോക്ടർ സണ്ണി നകുലനോട് വേറൊരു കാര്യം കൂടെ പറയണുണ്ട്. ഈ ഭ്രാന്ത് മൂർച്ഛിച്ചൊരു ഘട്ടമെത്തും, എത്തി നിനക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലെത്തും. എത്തുമ്പോൾ അതിനൊരു മരുന്ന് തെളിയിക്കണം. ആ മരുന്ന് ഞാൻ നിനക്ക് ചെവി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ നകുലനെ ഡോക്ടർ സണ്ണി വിടുന്നത്.